ചേട്ടാ സമയം എത്രയെന്നറിയോ? ഉറങ്ങണില്ലേ? മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലാം ദൈവം ഉണ്ടെന്നാ പറയുന്നത്. പിന്നെ യുവമാർക്ക് എന്തിനാ ഇവിടെ ഒരു അമ്പലം വേണോ ഇത്ര പിടുത്തം? ഓ അപ്പൊ അതാണ് കാര്യം. അത് തന്നെ. അതെ, അവന്മാർക്ക് എങ്ങനെ പറഞ്ഞാൽ മതി. എനിക്ക് പലിശയില്ലാതെ ലക്ഷങ്ങളാ എന്തായിന്ന് പോകുന്നത്, അത് നിനക്കറിയാവോ? അല്ല എന്നാ പിന്നെ പണിയുന്നില്ല എന്ന് പറഞ്ഞാ അത് പറ്റത്തില്ല. ആചാരുടെ മുന്നിൽ തോറ്റു കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. അത് മാത്രമല്ലടി, നാട്ടുകാരുടെ മുമ്പിൽ തലയുയർത്തി നടക്കാൻ പറ്റുമോ നമുക്ക്? എങ്കിലേ നിങ്ങളുടെ പണവും പോവില്ല, അഭിമാനവും പോവില്ല. അതെങ്ങനെ? അതിനെ ബുദ്ധി വേണം. എന്ത് ബുദ്ധി? പറഞ്ഞു തരാം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എന്തോന്ന് കണ്ടീഷൻ? എനിക്ക് 5 പവന്റെ. അയ്യോ, 5 പവനോ? 5 പവൻ എന്റെ കയ്യിലുണ്ടെങ്കിലേ ലക്ഷങ്ങൾ ഉണ്ടാക്കി ഞാൻ പരിചയമായിട്ട്. അതറിയാവോ? എന്നാ ബുദ്ധിയില്ല, ഒരു മണ്ണാ. പറ്റില്ല പറ്റില്ല, ഇല്ല പറ്റില്ലെന്നേ. വാങ്ങിച്ചിട്ട് വാക്കാണ്. വേണം. വാക്കു എല്ലാരും ഉണ്ടല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നാട്ടുകാർ മുഴുവൻ സംസാരിക്കുന്നത് അങ്ങുന്നതിനെ പറ്റി. അങ്ങനാണ് അവർക്കിപ്പോ കൺകണ്ട ദൈവം. അങ്ങനെയൊന്നുമില്ലേ? പിന്നെ രാഘവ, ഈ കാര്യം പറയാൻ കൂടിയാ നിന്നെ ഞാനിപ്പോ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. പിന്നെ അമ്പലം ഞാൻ പണിയാം, പക്ഷേ അതിനുള്ള സ്ഥലം നിങ്ങളെല്ലാം കൂടി എത്രയും വേഗം കണ്ടുപിടിക്കണം. ഞങ്ങളോ? പിന്നാരാ, അത് കൊള്ളാം. വാസ്തു നോക്കി പറ്റിയ സ്ഥലം കണ്ടുപിടിച്ച് അവിടെയുള്ള ആളുകളെ ഒഴിപ്പിച്ച് പട്ടിക വസ്തു ഏറ്റെടുക്കണം. അത്രേ ഉള്ളു കാര്യം. സ്ഥലം കിട്ടിയാ പിറ്റേ ദിവസം തന്നെ നമ്മൾ കല്ലിടുന്നു, അമ്പലത്തിന്റെ പണിയും തുടങ്ങും. ഞങ്ങൾ എങ്ങനെ സ്ഥലം കണ്ടുപിടിക്കാനാ? അതിനല്ലേ നമ്മുടെ രാഘവൻ. രാഘവ, നിനക്ക് ഈ സ്ഥലം കണ്ടുപിടിക്കുന്നവരെ ഇവിടുത്തെ കണക്കും കാര്യങ്ങളൊന്നും നീ നോക്കണമെന്നില്ല. എത്രയും പെട്ടെന്ന് സ്ഥലം കണ്ടുപിടിച്ചാൽ അത്രയും പെട്ടെന്ന് അമ്പലപ്പണി തുടങ്ങാം. നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അപ്പോ ഇന്ന് തന്നെ തുടങ്ങിക്കോ. എനിക്കൊന്ന് പുറത്തു പോകണം. അപ്പൊ ശരി, ഞാൻ കാറെടുക്കാം. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ പോയി സ്ഥലം കണ്ടുപിടിക്ക് രാഘവ. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ. 5 പവന്റെ ബുദ്ധി.